ഇനി നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാം. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്കൊരു ഇൻപുട്ട് ഉണ്ട്, സ്റ്റാക്ക് ഉണ്ട്, പിന്നെ നമ്മുടെ കയ്യിൽ ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനെ ജനറേറ്റ് ചെയ്യാനുള്ള വേരിയബിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന ഓരോ ഇൻപുട്സും നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്തത് എന്താണ്, നമ്മുടെ ഗിവൺ ക്വസ്റ്റിനകത്ത് ഈ ഔട്ടറായിട്ടുള്ള പാരാന്തസിസ് കാണില്ല. നമ്മളതിനെ ആദ്യം എന്ത് ചെയ്യണം, പാരാന്തസൈസ് ചെയ്യണം. നമുക്ക് ഗിവൺ എക്സ്പ്രഷൻ എന്താണെങ്കിലും അതിനെ നമ്മൾ പാരാന്തസൈസ് ചെയ്തിട്ട് ആദ്യത്തെ പാരാന്തസിസിനെ നമ്മൾ ഇൻപുട്ട് സിമ്പിൾ പാരാമീറ്റർ കൊടുത്തു, ഓപ്പണിംഗ് പാരാന്തസിസ്, അതിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും. പോസ്റ്റ് ഫിക്സിനകത്ത് ചേഞ്ച് ഒന്നുമില്ല. ആദ്യം കാണുന്ന ഓപ്പറേറ്റർ എന്താണ്, എ കാണുന്നു, അതൊരു ഓപ്പറാൻഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഓപ്പറാൻഡ് നമ്മൾ പോസ്റ്റ് ഫിക്സിലേക്കാണ് ആഡ് ചെയ്യുന്നത്, സ്റ്റാക്കിലേക്കല്ല. സ്റ്റാക്ക് അങ്ങനെ തന്നെ കൊടുത്തു. അടുത്ത പ്ലസ് സിമ്പിൾ വരും. പ്ലസ് സിമ്പിൾ വരുമ്പോഴേക്കും അതൊരു ഓപ്പറേറ്ററാണ്. സോ നമ്മൾ എന്ത് ചെയ്യും, അതിനെ സ്റ്റാക്കിലേക്കാണ് ആഡ് ചെയ്യുന്നത്, പോസ്റ്റ് ഫിക്സിലേക്ക് ഒരു ചേഞ്ചും വരില്ല. അത് കഴിയുമ്പോഴേക്കും വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഓപ്പണിംഗ് പാരാന്തസിസ് കണ്ടു. ഓപ്പണിംഗ് പാരാന്തസിസിനെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യും. വേറെ നമ്മുടെ പോസ്റ്റ് ഫിക്സിനകത്ത് ചേഞ്ച് ഒന്നുമില്ല. അത് കഴിയുമ്പോഴേക്കും നമ്മൾ ആരെ കണ്ടു, ബി എ കണ്ടു. സോ ബി ആണ് നെക്സ്റ്റ് ഇൻപുട്ട് സിമ്പിൾ. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ ആഡ് ചെയ്യുന്ന ഇങ്ങോട്ടേക്കായിരിക്കും, പോസ്റ്റ് ഫിക്സിലേക്കായിരിക്കും, സ്റ്റാക്കിലേക്ക് അപ്ഡേഷൻസ് ഒന്നും വരില്ല. അത് കഴിയുമ്പോഴേക്കും നമ്മൾ ഏത് സിമ്പിളിനെ കണ്ടു, സ്റ്റാർ സിമ്പിളിനെ കണ്ടു. സോ സ്റ്റാർ സിമ്പിൾ വരുമ്പോഴേക്കും എന്ത് ചെയ്യണം, നമ്മളതിനെ സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യണം. സോ ഈ ഒരു സ്റ്റാക്കിൻ്റെ ഓപ്പണിംഗ് പാരാന്തസിസിനകത്ത് വേറെ ഓപ്പറേറ്റേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊന്നും കമ്പയർ ചെയ്യാതെ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഓപ്പറേറ്ററിനെ നമ്മുടെ സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യാം. അത് കഴിയുമ്പോഴേക്കും നമ്മൾ ആരെ കാണും, സി എ കാണും. സോ സി വരും. സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഓപ്പറാൻഡ് ആണ്. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യും, പോസ്റ്റ് ഫിക്സിലേക്ക് നമ്മളങ്ങ് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ സ്റ്റാക്കിന് ഒരു ചേഞ്ചുമില്ല, സ്റ്റാക്ക് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അത് കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് കാണും, ഒരു മൈനസ് സിമ്പിളിനെ കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മൈനസ് സിമ്പിൾ വന്നു കഴിയുമ്പോഴേക്കും സ്റ്റാക്കിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോഴത്തെ ഈ ഒരു ഇന്നർ പാരാന്തസിസിനകത്ത് ഒരു സ്റ്റാർ ഉണ്ട്. സ്റ്റാറിൻ്റെ മണ്ടയിൽ മൈനസ് വരുമോ നോക്കണം, സ്റ്റാറിൻ്റെ ടോപ്പിൽ മൈനസ് വരുമോ നോക്കണം. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, പ്രയോറിറ്റി കൂടിയ ആൾ താഴെയും പ്രയോറിറ്റി കുറഞ്ഞ ആൾ മുകളിലും. ഇറ്റ്സ് നോട്ട് അലൗഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓൾറെഡി ഉള്ള സ്റ്റാക്കിൽ എലമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും, പോപ്പ് ചെയ്യും. എങ്ങോട്ടാണ് പോപ്പ് ചെയ്യുന്നത്, നമ്മളുടെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, അതിനെ പോപ്പ് ചെയ്തതിന് ശേഷം വേറെ എലമെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ. സോ അപ്പോൾ നമ്മുടെ പുതുതായിട്ട് വന്നിരിക്കുന്ന മൈനസിനെ നമുക്ക് സ്റ്റാക്കിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അത് കഴിയുമ്പോഴേക്കും നമ്മൾ ആരെ കാണും, മൈനസിൻ്റെ കഴിയുമ്പോഴേക്കും നമ്മൾ ആരെ കാണും, ഡി എ കാണും. സോ ഡി എന്നുള്ളത് എന്താണ്, ഒരു ഓപ്പറാൻഡ് ആണ്. സോ എ ബി സി സ്റ്റാർ ഡി എന്ന് നമ്മുടെ പോസ്റ്റ് ഫിക്സ് മാറും. സ്റ്റാക്കിന് ഒരു ചേഞ്ചും ഇല്ല, ഓൾറെഡി ഉണ്ടായിരുന്ന സ്റ്റാറ്റസ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അത് കഴിയുമ്പോഴേക്കും നമ്മൾ ആരെ കാണും, ഡിവിഷൻ സിമ്പിളിനെ കാണും. സോ ഡിവിഷൻ സിമ്പിളിനെ കാണുമ്പോഴേക്കും ഓൾറെഡി നോക്കിക്കേ, നമ്മുടെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് ഡിവിഷൻ. ഇത് അലൗഡ് ആണോ, ലോവർ പ്രയോറിറ്റി ഹയർ പ്രയോറിറ്റി, ഇത് വാലിഡ് ആണ് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് സ്റ്റാക്കിൽ റീറ്റെയിൻ ചെയ്യാം. സോ എ ബി സി സ്റ്റാർ ഡി മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഡിവിഷൻ നമ്മൾ സ്റ്റാക്കിലേക്ക് കൊടുത്തു. അടുത്ത് എന്ത് വരും, നെക്സ്റ്റ് ഓപ്പറേറ്റർ ഇ വരും. സോ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പറാൻഡ് ആണ്. സോ ദാറ്റ് വിൽ ബി ആഡഡ് ടു വെയർ, നമ്മളുടെ പോസ്റ്റ് ഫിക്സിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇ എ ആഡ് ചെയ്യുന്നത്. സ്റ്റാക്കിനകത്ത് ഒരു ചേഞ്ചും വന്നിട്ടില്ല, സ്റ്റാക്കിൻ്റെ സ്റ്റാറ്റസ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അത് കഴിയുമ്പോഴേക്കും നമ്മൾ എന്തിനെ കാണും, ക്ലോസിംഗ് പാരാന്തസിസിനെ കാണും. ക്ലോസിംഗ് പാരാന്തസിസ് എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പണിംഗ് പാരാന്തസിസ് കാണുന്നവരെയുള്ള എല്ലാ എലമെൻറ്റ്സിനും നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്യണം. സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്ത് എങ്ങോട്ട് വിടണം, നമ്മുടെ എക്സ്പ്രഷനിലേക്ക് ആഡ് ചെയ്യണം. ഇവർ രണ്ടുപേരും പോകണം. എങ്ങോട്ടാണ് പോകുന്നത്, പോസ്റ്റ് ഫിക്സിലേക്ക്. സോ എ ബി സി സ്റ്റാർ ഡി ഇ പോപ്പ് ചെയ്യുന്നത് ഏത് ഓർഡറിലാണ്, ഏറ്റവും ആദ്യം വന്നത് ഏറ്റവും അവസാനം വന്നത്, ഏറ്റവും എന്ന് വെച്ചാൽ ലാസ്റ്റിനാണ് ഫസ്റ്റ് ഔട്ട് ആവുന്നത് അല്ലേ. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, മൈനസ് ഇവിടെ വരും. ഓക്കെ, സോ അപ്പം ഈ ഒരു വേയിലായിരിക്കും സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ എലമെൻസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് നടക്കുക. സോ നമ്മുടെ സ്റ്റാക്ക് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, എ ബി സി സ്റ്റാർ ഡി ഇ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്ത് ഓരോ എലമെൻറ്റ്സും ആദ്യം ഡിവിഷൻ പോപ്പ് ചെയ്യും, പിന്നെ മൈനസ് പോപ്പ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും, ലാസ്റ്റ് ഈ റിമൈൻ ചെയ്യുന്ന ഓപ്പണിംഗ് പാരാന്തസിസിനെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ ഇത്രയും പോർഷനും പോയി കഴിഞ്ഞു. അപ്പോൾ സ്റ്റാക്കിനകത്ത് ഇനി എന്തേ ഉള്ളൂ, ഒരു പ്ലസ് സിമ്പലും ഒരു ബ്രാക്കറ്റ് പാരാന്തസിസും ഒരു പ്ലസ് സിമ്പലും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ സമയത്താണ് നമ്മൾ ആരെ കാണുന്നത്, ഓക്കെ, മൈനസ് സിമ്പിൾ കാണുന്നത്. അടുത്ത സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, മൈനസ് ആണ്. ഓക്കെ, അപ്പോൾ മൈനസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റാക്കിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, സ്റ്റാക്കിൽ ഒരു പ്ലസ്സും ഉണ്ട്, പ്ലസിൻ്റെ മേളിൽ മൈനസ്. ഇപ്പോൾ രണ്ടുപേരുടെയും പ്രയോറിറ്റി എന്താണ്, ഈക്വൽ പ്രയോറിറ്റി. ഈക്വൽ പ്രയോറിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ടോപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓൾറെഡി ഉള്ള എലമെൻറ്റ് ഇപ്പോൾ സ്റ്റാക്കിൽ ഇരിക്കുന്ന ആരാണ്, പ്ലസ്. ആ പ്ലസ്സിനെ നമ്മുടെ പോസ്റ്റ് ഫിക്സിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള എലമെൻറ്റിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എ ബി സി സ്റ്റാർ ഡി ഇ സ്ലാഷ് മൈനസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആരെയും എന്ത് ചെയ്യും, പ്ലസ്സിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ, പോപ്പ് ചെയ്ത് മാറ്റി എങ്ങോട്ടേക്ക് ആഡ് ചെയ്തു, പോസ്റ്റ് ഫിക്സിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റാക്കിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോൾ എന്തായി, പ്ലസ് പോയി, അവിടെ ആര് വരും, മൈനസ് വരും. ഓക്കെ, ഇനി അത് കഴിയുമ്പോഴേക്കും നമ്മൾ കാണുന്ന അടുത്ത സിമ്പിൾ എന്താണ്, എഫിനെ കാണും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് എഫ് ആണ് അടുത്ത ഇൻപുട്ട് സിമ്പിൾ. എഫ് വരുന്ന സമയത്ത് ഇത് സൺ ഓപ്പറൻറ്റ്, നമ്മളൊന്നും ചിന്തിക്കേണ്ട, ഡയറക്റ്റായിട്ട് പോസ്റ്റ് ഫിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റാർ ഡി ഇ ഡിവിഷൻ മൈനസ് പ്ലസ്, അവിടേക്ക് ആര് വരും,
എഫ് വരും. ഓക്കെ, ഇനി അടുത്ത ഏറ്റവും അവസാനത്തെ സിമ്പിൾ എന്താണ്? ക്ലോസിങ് പരാന്തസിസ്. ഓക്കെ, ക്ലോസിങ് പരാന്തസിസ് കാണുമ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരെ നമ്മുടെ സ്റ്റാക്കിലേക്ക് പോയി നോക്കുക. അവിടെ ഓപ്പണിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്തൊക്കെയാണ് നോക്കുക. അതായത് ഓപ്പണിങ്ങിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ നോക്കുമ്പോഴേക്കും ഒരു മൈനസ് സിമ്പിൾ മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ എന്ത് ചെയ്യും? നേരെ കോപ്പി ചെയ്ത് നമ്മുടെ പോസ്റ്റ് ഫിക്സിലേക്ക് ആഡ് ചെയ്യും. ഡിവിഷൻ മൈനസ് പ്ലസ് എഫ് മൈനസ്. ഓക്കെ, അപ്പം ലാസ്റ്റ് റിമൈൻ ചെയ്യുന്ന ഒരു ക്ലോസിങ് പാരാന്തസിസ് ഉണ്ട്, ഓപ്പണിംഗ് പാരാന്തസിസ് ഉണ്ട്. അതിലൂടെ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്റ്റാക്ക് എന്താവും? എംപ്റ്റി ആവും. സോ നമ്മുടെ ഫൈനൽ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ കാണണമെങ്കിൽ എവിടെ പോയി നോക്കിയാൽ മതി? പോസ്റ്റ് ഫിക്സിൽ പോയി നോക്കിയാൽ മതി. സോ ദിസ് ഈസ് ദ ആൻസർ.